ഗെയിമിങ്ങിലോട്ടേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ഞങ്ങൾ വീഡിയോ ഇട്ടില്ലായിരുന്നു, മൂഡില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ രാത്രിയിൽ ഞങ്ങളാണെങ്കിൽ ഈ മൈനിങ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ടൊക്കെ റൂമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരുപാട് മൈൻ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരാം. നല്ലതായിട്ട് ഏറ്റവും അടിത്തട്ടിലായി അത് കാണിച്ചു. നമുക്ക് ഇഷ്ടംപോലെ റെഡ് സ്റ്റോണൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ 2 കേവ് സിസ്റ്റത്തിൽ കൂടെ കടന്നു പോയി. ചിലയിടത്ത് ലാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ XP 11 ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമായിരിക്കും. അതിവിടെ അടുത്ത് പണിയുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇതാ നമ്മൾ ചെന്നെത്തിയ കേവ്. ഇതാണ്ട് ഈ ഏരിയ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കോളും അയണും റെഡ് സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ നമുക്ക് ഡയമണ്ട് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരുപാട് ഡീപ്പ് പോയി. കണ്ട ഇത് കണ്ട് ഈ കറുത്തുള്ള അതാണ് മൈൻക്രാഫ്റ്റിലെ ഡയമണ്ട് ഉണ്ടെങ്കിൽ ആണെന്ന് തോന്നുന്നു. ഇതുവരെ ആർക്കും ഇത് പൊട്ടി ക്രിയേറ്റിവിറ്റി വേൾഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നും കാണത്തില്ല. നമ്മൾ ജസ്റ്റ് ഫ്ലോട്ടായി നടക്കുന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. കണ്ട ഞാനിങ്ങനെ ഒരുപാട് ഇതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ വളഞ്ഞും തിരിഞ്ഞു നോക്കിയാൽ പോകുന്നേ. പിന്നെ ഞാൻ മണ്ടയ്ക്കോട്ടേക്കൊന്ന് തിരിച്ച് ഇഷ്ടം ഇവിടെ ലാവയാണ്. ഒരു ഡെഡ് പോയിൻ്റാണ്. ഞങ്ങൾ ചാകണ്ട എന്നു ജസ്റ്റ് മിസ്സിന് തിരിഞ്ഞ് ഓടി. പിന്നെ ഇവിടെയൊക്കെ ഇവിടെ അയൺ ഉണ്ടായിരുന്നു. ഇത് പിന്നെ എടുക്കാനും ഇവിടെ അയണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തു. നമ്മളിന്ന് മതിലുണ്ടാക്കുക. മതിലുണ്ടാക്കിയുള്ള പ്രശ്നം ഇവിടെ മൊത്തം ഈ സോംബി എൻഡർമാനൊക്കെ വരുന്നുണ്ട്. അതായത് രാത്രി വന്ന് നമ്മളെ കൊല്ലാൻ വരും. അപ്പോൾ പിന്നെയാണെങ്കിൽ വേറൊരു വഴിയും കൂടെ ഉണ്ട്. നമുക്ക് ഇന്ന് എന്തായാലും വോൾ ഉണ്ടാക്കണം. നമ്മുടെ ഫാമൊക്കെ ഇച്ചിരി എക്സ്പാൻഡ് ചെയ്ത് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ അയൺ കിട്ടിയ കേട്ടോ. പിന്നെ ഒരുപാട് റെഡ് സ്റ്റോൺ നമുക്ക് ഓട്ടോമാറ്റിക് ഫാമൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ഓക്കെ. പിന്നെ നമ്മളാണെങ്കിൽ അന്നത്തെ വീഡിയോയിൽ വില്ലേജിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നായിരുന്നു. ആ വില്ലേജാണെങ്കിൽ അങ്ങ് നശിച്ചു പോയായിരുന്നു. അവിടെയാണെങ്കിൽ ഗോലാണെങ്കിൽ ഞങ്ങളെ വെറുതെ ഒന്ന് ചൊറിയാൻ വന്നു. അപ്പോൾ ഞങ്ങളത് തിരിച്ചറ്റാക്കി. ബാക്കി അത് മരിച്ചുപോയി. ബാക്കി ഉണ്ടായിരുന്ന 2 ഗോലവും അത് സോംബിയുടെ അറ്റാക്ക് കാരണം മൊത്തം മരിച്ചു പോയായിരുന്നു. അപ്പോൾ ആ വില്ലേജിലുള്ള ആൾക്കാർ മൊത്തം സോംബി അറ്റാക്ക് ചെയ്ത് അവരും മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് അടിക്കുമായിരുന്നു. കണ്ടോ ഇവിടെ ലാവയായിരുന്നു നിറച്ച്. ഇവിടെ ലാവ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. ഉണ്ടോ, ഇഷ്ടംപോലെ ലാവയായിരുന്നു ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഇടവഴിയിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ കയറ്റിക്കൊണ്ടിരും. പിന്നെ ഇതെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ അങ്ങ് നിർത്തി. നമുക്കിവിടെ ഒരു റെയിൽ പണിയാണ്ട് വരും മിക്കവാറും കേട്ടോ. ഇത് ഇറങ്ങാൻ ഭയങ്കര പാടാണ് ഇവിടെ. ഓക്കെ, മണ്ടയ്ക്ക് എന്നിട്ട് വേണം. പിന്നെ നമുക്കാണെങ്കിൽ പോകുന്ന വഴിയിൽ കോമ്പസ് ഒക്കെ കിട്ടി. ഇതൊരു കേവ്. ഒരുപാട് സമയം കളയാൻ നമുക്ക് നേരെ നമ്മുടെ പണിയിലോട്ടേക്ക് പോവാം. ഇവിടെ ഞാൻ ഇഷ്ടംപോലെ കേവ് സിസ്റ്റമൊക്കെ കണ്ടുപിടിച്ച്. ഇവിടെ ഒന്നും സോംബി ഇല്ലാന്ന് കേട്ടോ, സത്യം പറയട്ടെ. സോംബി ഇവിടെ ഇല്ലായിരുന്നു. സോംബിയോ സ്കെൽറ്റണോ ക്രീപ്പറോ ഒന്നും ഇല്ലാന്ന് ഇവിടെ. വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാനകത്ത് സോംബിയോ ക്രീപ്പറോ എല്ലാം കാണും. ഞങ്ങൾ ഒരുപാട് മൈൻ ചെയ്തിട്ട് ഏറ്റവും അടി കയറിയെത്തി. ഇനി മൈൻ ചെയ്യാനൊന്നും ഇല്ല. ഇനി മൈൻ ചെയ്യാൻ വേറെ അടുത്ത് വല്ല മൈൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഫാം ഇച്ചിരി വലുതാക്കി ഞാൻ കാണിച്ചു തരാം മണ്ടയ്ക്ക് എത്തിയിട്ട്. പിന്നെ നമുക്കാണ് ഈ കോഴീനെയും പശുവിനെയും വളർത്തണം. പശുവിൻ്റെ പാലൊക്കെ എടുക്കണം നമുക്ക്. ഓക്കെ, ഉണ്ടോ ഇത് ഭയങ്കര പാടായി കയറി ചെല്ലാൻ. ഇച്ചിരിയും കൂടെ എളുപ്പം കയറിയാൽ കൊള്ളായിരുന്നു. ഭയങ്കര പാടായതേ. നമ്മൾ രാത്രി അതുകൊണ്ട് നമ്മൾ ഇവിടെ ബെഡൊക്കെ വെച്ച് ഹൈ സെറ്റപ്പാണ് നമ്മൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാം. കണ്ടോ, അയ്യോ സ്കെലിട്ടൺ. ഇവിടെ ഒരു സ്കെലിട്ടൺ വന്ന് ചത്ത്. അയ്യോ, നമുക്ക് അകത്ത് കയറാം. സ്കെലിട്ടൻ ചത്തോ? ഇവിടെ നമുക്ക് ഫുഡ് തിന്നാല്ലേ. ഇവിടെ ഫുഡ് തീരാറായെന്ന് തോന്നുന്നു. സോംബി ഫുഡ് തിന്നായിരിക്കുന്നതാണ് നല്ല ഏറ്റവും.
മരിക്കുന്നില്ലല്ലോ. എന്നാൽ ഇതിനെ അങ്ങ് തട്ടിയിട്ട് അങ്ങ് പോവാം. യെസ്, ചത്ത്. ഓക്കെ, നമുക്ക് XP ഒക്കെ കിട്ടി. ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ ഫുഡ് നേരെ പോയി തിന്നാം, അതാ നല്ലേ. നമ്മുടെ ഫുഡ് കുറവാണ്. ഞാൻ കാണിച്ചില്ല, റെഡ് സ്റ്റോൺ ഒക്കെ ഇഷ്ടം പോലെ കിട്ടി. പിന്നെ സ്ലൈം ബോൾ, സ്ലൈമിൻ്റെ എന്തോ ടൈപ്പ് ജീവിയാണെന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്തതാണ്. അത് മാത്രമേ ഉള്ളൂ ആ കേവിൽ. നമുക്ക് ബ്രെഡ് തിന്നാം. എന്നിട്ട് നമുക്ക് വോൾ ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ടേക്ക് പോകാം. നമുക്ക് ആദ്യം വോൾ ഉണ്ടാക്കാൻ ഫസ്റ്റ് ലെയറിലോട്ടേക്ക് പോകാം. നമ്മൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് ലെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യോ ക്രീപ്പർ എന്ത് ഇവിടെ എല്ലാം ഇതെല്ലാം ഉണ്ടല്ലോ. കട്ട ഡെഡ്. ഇതിനെ അങ്ങ് തട്ടണം, തട്ടിയേ പറ്റൂ. ഇവൻ നമ്മളെ കൊല്ലും. എൻ്റെ അമ്മ, ഇവിടെ മൊത്തം ക്രീപ്പറും കൊണ്ടാണല്ലോ. ഓക്കെ, പോയിസൺ ആണ്, വിഷമാണിത്. കട്ട വിഷം, മരിക്കാൻ ചാൻസ് ഉണ്ട്. ചത്ത് ചത്ത്. ഏത് സമയത്ത് ആ കുന്തത്തെ കൊല്ലാൻ പോയെന്ന് ആർക്കറിയാം. നമുക്ക് വോൾ എത്രയും പെട്ടെന്ന് പണിയാം, അതാ നല്ല. അതിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ വെള്ളത്തിൽ പെടായിരുന്നാ മതിയെന്ന്. ഈ വിച്ച് കുന്തം സാഡിലെല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളാ. ഓക്കെ, നമുക്കാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ബോൾ പണിയാം. ഓക്കെ, റെഡി സ്റ്റഡി ഗോ. നമ്മുടെ 6 XP കിട്ടിയേ. ഓക്കെ, ലെറ്റ്സ്. Yeah.
നമ്മളെന്തിനും ഇവിടെ പ്രഷർ പ്ലേറ്റെല്ലാം കൊണ്ടുവച്ചാൽ അറിയില്ല, അറിയാൻ പറ്റിയായിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ മൊത്തം ടോർച്ചെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയാണെങ്കിൽ ഇനി ഭാവി ഇവിടെ ഒരു പശുവിടെ കോഴിയുടെ ഫാമൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ മതിൽ പണി കഴിഞ്ഞു. ഇനി നമുക്ക് രാവിലെ എണീറ്റിട്ട് നമ്മൾ കോഴീനെ കൊണ്ടുവരണം. ആദ്യം ഇവിടെ കോഴീനെ ഇഷ്ടം പോലെ വളർത്തണം. പിന്നെ കുറച്ച് പശുവിനെയും കൊണ്ടുവരണം. നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇല്ല ഇങ്ങോട്ടേക്കാണല്ലോ വെക്കണ്ടേ. ഇപ്പോൾ കോബിൾ സ്റ്റോൺ ഒരുപാട് എടുത്തു, പക്ഷെ അതൊക്കെ മതിയായിരുന്നു. ബ്രെഡ് ആയി കിടക്കട്ടെ, ഇനി സുഖമായിട്ട് പുറത്തിറങ്ങാം. ഓക്കെ, നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കാം. ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. കോബിൾ സ്റ്റോണ്, സീഡ്, കുന്തം, കുറച്ചക്ര എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാം. എൻ്റെ ചെസ്റ്റ് ഫുള്ളാകാറായി. നമുക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം. ഈ ഡേർട്ട് ഈ ഗ്രാനൈറ്റില്ലേ ഇതിലോട്ട് ഒട്ടിച്ചങ്ങ് വെച്ചേക്കാം, അതാ നല്ല. ഓക്കെ, ഈ ഡേർട്ട് അങ്ങ് എടുത്ത് വെക്കാം. കോള് പിന്നെ ബ്രെഡൊക്കെ വേണം. സാഡിലിവിടെ കിടക്കട്ടെ. ഓക്കെ, കുറച്ച് വീറ്റും കിടക്കട്ടെ. നമുക്ക് രാവിലെ എണീക്കാം. ഓക്കെ, ഇവിടെ സോംബീസോ മോൺസ്റ്ററോ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണോ എന്ന് അറിയത്തില്ല, നോക്കണം. ഓക്കെ, ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഈ മതിലിന് ചുറ്റും കുറച്ച് സോംബീസ് ഉണ്ടെന്ന് ഓർക്കുന്നു. അതായിരിക്കും ഇങ്ങനെ വന്നേക്കുന്നത്. ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഉറങ്ങി. അപ്പോൾ ആ സൈഡിൽ നമ്മൾ 2 ബെഡ് വെച്ച കാര്യമായി കേട്ടോ. ഓക്കെ, നമുക്കിനി രാവിലെ എണീറ്റിട്ട് കുറച്ച് കോഴീനെയൊക്കെ കൊണ്ടുവരണം. സീഡ്. ഓക്കെ, ആദ്യം നമുക്കാണെങ്കിൽ ഒരു കോഴീനെ ഒപ്പിക്കണം. എങ്ങനെയും ഒപ്പിക്കണം. ക്രീപ്പർ നമുക്കിവിടെ നിന്ന് ഇറങ്ങാതിരിക്കുന്നതന്നെ നല്ല. നമുക്ക് എമർജൻസി ഡോർ വഴി ഒന്ന് കിടന്നു പോവാം. നല്ല എമർജൻസി ഡോർ ഇച്ചിരി ധൈര്യമുണ്ട് എനിക്ക്. ഓക്കെ, നമുക്കാണെങ്കിൽ ആദ്യം ഈ കോഴിനെ കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെ ഇടാം. വരിക, നിൻ്റെ പുതിയ വീട്ടിലോട്ടേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വരൂ. വരുന്നുണ്ട്. വെള്ളത്തിലായി കഴിഞ്ഞ പ്രശ്നമാണ്. പിന്നെ കൊണ്ടുവരണം. വരുന്നുണ്ടല്ലോ നല്ല അനുസരണമുള്ള കോഴി. നമുക്ക് ഇതിനെ ഇവിടെ എല്ലാം കെട്ടി വെക്കേണ്ട വരും മിക്കവാറും. അയ്യോ, കോഴി. നിക്കട കോഴി. ഭക്ഷണം വേണോ? പിന്നെ ഒന്ന് വാ. ഇഷ്ടം പോലെ ആണെങ്കിൽ തരാം.
കൊണ്ടുവരാം. കോഴി ഇനി ഈ കോഴി ഇവിടെ കിടക്കുന്നു. നമുക്ക് എന്തായിരുന്നു നാളെ ഇനി ഇന്ന് തന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ കോഴി ബോളെല്ലാം കണ്ടു. ഇനി എന്തൊക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നാളത്തെ വീഡിയോ ഇനിയും ഇതേ ടൈമിങ് നമുക്ക് നാളെയും കാണാം. ഗുഡ് ബൈ.